മനുഷ്യ മനസ്സ് ഒരു വിചിത്രമായ പ്രതിഭാസമാണ്. പ്രണയവും കാമവും പ്രതികാരവും ഒക്കെ ആ മനസ്സിൽ എപ്പോഴാണ് ഒരു ഭ്രാന്തായി മാറുന്നതെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ നമ്മൾ ഒരുപാട് കുറ്റകൃത്യങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പണത്തിന് വേണ്ടിയുള്ള കൊലപാതകങ്ങൾ, വ്യക്തിവൈരാഗ്യം തീർക്കാനുള്ള അക്രമങ്ങൾ, അങ്ങനെ പലതും. എന്നാൽ ക്രൈം ത്രില്ലർ സിനിമകളെയും നോവലുകളെയും പോലും തോൽപ്പിക്കുന്ന രീതിയിൽ ഒരു മനുഷ്യന് ഇത്രയും ക്രൂരവും വിചിത്രവുമായ ഒരു കൊലപാതക പ്ലാൻ എങ്ങനെ തയ്യാറാക്കാൻ കഴിയുമെന്ന് ചിന്തിപ്പിക്കുന്ന ഒരു സംഭവം. നിയമപാലകരെയും ശാസ്ത്രലോകത്തെയും ഒരേപോലെ ഞെട്ടിച്ച ഒരു കേസ്. സാധാരണയായി കൊലപാതകങ്ങൾ നടക്കുമ്പോൾ പ്രതികൾ തെളിവുകൾ നശിപ്പിക്കാനോ അല്ലെങ്കിൽ ആയുധങ്ങൾ ഒളിപ്പിക്കാനോ ആണ് ശ്രമിക്കാറുള്ളത്. എന്നാൽ ഇവിടെ ഇരകൾക്ക് രക്ഷപ്പെടാൻ 1% പോലും അവസരം നൽകാത്ത വിധം പ്രകൃതിയുടെ ഒരു വിജനമായ കോണിൽ വച്ച് വളരെ വിചിത്രമായ ഒരു കെണിയാണ് ആ കൊലയാളി ഒരുക്കിയത്. ആ കെണിയിൽ വീണ മനുഷ്യർ അനുഭവിച്ച ശാരീരികവും മാനസികവുമായ വേദന എത്രത്തോളം ആയിരിക്കുമെന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല. ജീവന് വേണ്ടി അവർ യാചിച്ച നിമിഷങ്ങളിൽ ആ കൊലയാളി അതൊരു വിനോദമായി ആസ്വദിക്കുകയായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ പോലും ആദ്യമായിട്ടായിരുന്നു അങ്ങനെ ഒരു ക്രൈം സീൻ കാണുന്നത്. ഒരു പക്ഷേ ലോക കുറ്റാന്വേഷണ ചരിത്രത്തിൽ തന്നെ ഇത്തരം ഒരു കൊലപാതക രീതി ആദ്യമായിട്ടായിരിക്കും രേഖപ്പെടുത്തുന്നത്. വിരലടയാളങ്ങളോ മറ്റു സൂചനകളോ ഇല്ലാതെ വഴിമുട്ടി നിന്ന പോലീസ് ഒടുവിൽ പ്രതിയിലേക്ക് എത്തിയത് കേവലം ഒരു ഫോൺ കോളിന്റെ തുമ്പ് പിടിച്ചാണ്. ആ പ്രതിയുടെ മുഖം പുറത്തു വന്നപ്പോൾ ആ നാട്ടുകാർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവർ ദൈവത്തെ പോലെ കണ്ടിരുന്ന, എല്ലാവരും ആദരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആ മുഖംമൂടിക്ക് പിന്നിൽ. മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച, കേൾക്കുന്നവരുടെ ഉള്ളൊന്ന് വിറപ്പിക്കുന്ന ആ ചോരപുരണ്ട ക്രൂരമായ കഥ. കാണാം ഒരു നാൾ ഒരിടത്തൊരിടത്ത്. നവംബർ 18 നേരം പുലരുന്നതേ ഉള്ളൂ. രാജസ്ഥാനിലെ ഉദയ്പൂർ ജില്ലയിലെ ഗോകുണ്ട വനമേഖല. സാധാരണ ദിവസങ്ങളെ പോലെ തന്നെ ശാന്തമായിരുന്നു ആ പുലരിയിൽ. ചീവീടുകളുടെ ശബ്ദം മാത്രം കേൾക്കുന്ന ആ വിജനമായ കാട്ടിലേക്ക് വിറക് ശേഖരിക്കാനായി ചില നാട്ടുകാർ പോയിരുന്നു. നിശബ്ദമായ ആ കാടിന്റെ ഉള്ളിലേക്ക് നടക്കും തോറും കാറ്റിന്റെ മർമരങ്ങൾക്കിടയിൽ കരിയിലകൾക്ക് മുകളിൽ അവർ അസാധാരണമായ എന്തോ ഒന്ന് ശ്രദ്ധിച്ചു. സൂക്ഷിച്ചു നോക്കിയ ആ നാട്ടുകാർ പെട്ടെന്ന് ആ കാഴ്ച കണ്ട് മരവിച്ചുപോയി. ചോര മരവിക്കുന്ന ആ കാഴ്ച കണ്ട് പേടിച്ചരണ്ട അവർ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് കാടിന് പുറത്തേക്ക് ഓടി. വിവരമറിഞ്ഞ് ഗോകുണ്ട പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തേക്ക് കുതിച്ചെത്തി. മെയിൻ റോഡിൽ നിന്നും ഏകദേശം 300 മീറ്ററോളം ഉള്ളിലേക്ക് മാറിയുള്ള ആ വിജനമായ പ്രദേശം കണ്ടതും വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള പോലീസുകാരുടെ പോലും നെഞ്ചൊന്ന് പിടഞ്ഞു. അവിടെ ഒരു സ്ത്രീയും പുരുഷനും നഗ്നരായി കിടക്കുകയായിരുന്നു. ആദ്യ കാഴ്ചയിൽ അവർ പ്രണയത്തിന്റെ പരമകോടിയിൽ ലൈംഗികമായി ബന്ധപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് കിടന്നിരുന്നത്. പക്ഷേ ദാരുണമെന്ന് പറയട്ടെ, അവരിൽ ജീവന്റെ ഒരു ചെറിയ അംശം പോലും ബാക്കിയുണ്ടായിരുന്നില്ല. അവരുടെ ശരീരത്തിനു ചുറ്റും രക്തം തളം കെട്ടിക്കിടപ്പുണ്ടായിരുന്നു. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ മൃതദേഹങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചു തുടങ്ങി. ആ പരിശോധനയിലാണ് കൊലപാതകത്തിന്റെ കഠിനമായ ക്രൂരത പുറത്തു വന്നത്. പുരുഷന്റെ കഴുത്ത് കട്ടി പേപ്പർ മുറിക്കുന്നത് പോലെ മൂർച്ചയേറിയ എന്തോ ഒരു ആയുധം ഉപയോഗിച്ച് ക്രൂരമായി അറുത്തു മാറ്റിയിരിക്കുന്നു. അതിനടുത്തായി കിടക്കുന്ന സ്ത്രീയുടെ അവസ്ഥ അതിലും ദയനീയമായിരുന്നു. അവളുടെ തല കനമേറിയ ഏതോ ഒരു വലിയ കല്ലുകൊണ്ട് ഇടിച്ച് തകർക്കപ്പെട്ടിരുന്നു. മുഖം പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധം വികൃതമാക്കിയിരുന്നു. എന്നാൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെയും ഫോറൻസിക് വിദഗ്ധരെയും യഥാർത്ഥത്തിൽ ഞെട്ടിച്ചത് ഇതൊന്നുമായിരുന്നില്ല. മരണത്തിന്റെ ആ അവസാന നിമിഷത്തിലും 2 ശരീരങ്ങൾ പരസ്പരം വേർപെടുത്താൻ കഴിയാത്ത വിധം ഒട്ടിപ്പിടിച്ചിരുന്നു. ഇതായിരുന്നു ആ ഭയാനക രഹസ്യം. നമ്മൾ കരുതുന്നത് പോലെ ഒരു നോർമലായ ഒട്ടിപ്പിടിക്കലായിരുന്നില്ല. ആരോ അവരുടെ ശരീരങ്ങൾക്ക് മുകളിലേക്ക് ലിറ്റർ കണക്കിന് സൂപ്പർ ഗ്ലൂ ഒഴിച്ച് അവരെ പരസ്പരം ചേർത്ത് വെച്ചിരിക്കുകയായിരുന്നു. അതിനു പുറമെ തെളിവ് നശിപ്പിക്കാനായി ചുറ്റുമുള്ള കരിയിലകൾ കത്തിച്ചതിന്റെ കരിപുരണ്ട അടയാളങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ആരാണ് ആ ക്രൂരൻ? ഇത്രയും വികൃതവും ഭയാനകവുമായ ഒരു കൊലപാതക രീതിക്ക് പിന്നിലെ സൈക്കോപാത്തിക് മനസ്സ് ആരുടേതാണ്? പോലീസിന് മുന്നിൽ ചോദ്യങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഉണ്ടായിരുന്നു. പോലീസ് ഉടൻ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുകയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റുകയും ചെയ്തു. ഇത്രയും വലിയൊരു ക്രൂരത നടന്ന സ്ഥിതിക്ക് ഇരകൾ ആരാണെന്ന് കണ്ടെത്തുകയായിരുന്നു പോലീസിന്റെ ആദ്യത്തെ ദൗത്യം. പ്രദേശത്തെ കാണാതായ ആളുകളുടെ ലിസ്റ്റും സോഷ്യൽ മീഡിയയും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ പോലീസ് ആ ശരീരങ്ങളെ തിരിച്ചറിഞ്ഞു.
35 വയസ്സുകാരനായ സ്കൂൾ അധ്യാപകൻ രാഹുലും 28 വയസ്സുകാരിയായ സോനുവുമായിരുന്നു ആ ക്രൂരകൃത്യത്തിന്റെ ഇരകൾ. അന്വേഷണം മുന്നോട്ട് നീങ്ങിയപ്പോൾ ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. രാഹുലും സോനുവും വിവാഹിതരാണ്. രണ്ടുപേർക്കും വെവ്വേറെ പങ്കാളികളും കുട്ടികളും കുടുംബവുമുണ്ട്. ഒരേ ഗ്രാമത്തിൽ ജീവിക്കുന്ന ഇവർ തമ്മിൽ കഴിഞ്ഞ കുറച്ചു കാലമായി തീവ്രമായൊരു അവിഹിത പ്രണയം നിലനിന്നിരുന്നു. തങ്ങളുടെ കുടുംബങ്ങളുടെ കണ്ണുവെട്ടിച്ച് സമൂഹത്തിന്റെ ആക്ഷേപങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ അവർ കണ്ടെത്തിയ രഹസ്യ താവളമായിരുന്നു ഈ ഗോകുണ്ട വനമേഖല. ഇടയ്ക്കിടെ അവർ ആരും കാണാതെ ഈ കാടിനുള്ളിൽ വരാറുണ്ടായിരുന്നുവെന്ന് പോലീസ് മനസ്സിലാക്കി. ഇതൊരു അവിഹിത ബന്ധത്തിന്റെ കഥയായതുകൊണ്ട് തന്നെ പോലീസിന്റെ സംശയത്തിന്റെ സൂചി ആദ്യം നീണ്ടത് അവരുടെ സ്വന്തം പങ്കാളികളിലേക്കാണ്. രാഹുലിന്റെ ഭാര്യയ്ക്ക് ഈ ബന്ധത്തെക്കുറിച്ച് അറിയാമായിരുന്നു. അതോ സോനുവിന്റെ ഭർത്താവ് തന്റെ ഭാര്യയുടെ വഞ്ചന അറിഞ്ഞ് പ്രതികാരം ചെയ്തതാണ്? സാധാരണയായി ഇത്തരം കേസുകളിൽ പങ്കാളികൾക്ക് വലിയൊരു പങ്കുണ്ടാകാറുണ്ട്. പ്രതികാരത്തിന് ഇതിലും വലിയൊരു കാരണം വേറെ വേണ്ടല്ലോ. പോലീസ് ഉടൻ തന്നെ രാഹുലിന്റെ ഭാര്യയെയും സോനുവിന്റെ ഭർത്താവിനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. പക്ഷേ സൈബർ സെല്ലിന്റെ സഹായത്തോടെ അവരുടെ ഫോൺ ലൊക്കേഷനുകളും കോൾ റെക്കോർഡുകളും പരിശോധിച്ച പോലീസിന് വലിയൊരു നിരാശയാണ് നേരിടേണ്ടി വന്നത്. കാരണം കൊലപാതകം നടന്ന കൃത്യസമയത്ത് ഈ രണ്ട് കുടുംബങ്ങളിലെയും അംഗങ്ങൾ സംഭവ സ്ഥലത്തു നിന്നും കിലോമീറ്ററുകൾക്ക് അകലെയായിരുന്നു. അവർക്ക് കൃത്യമായ തെളിവുകൾ അതിനുണ്ടായിരുന്നു. അതോടെ പങ്കാളികളാണ് ഇതിന് പിന്നിലെന്ന പോലീസിന്റെ പ്രാഥമിക നിഗമനം പാളുകയും അന്വേഷണം പൂർണ്ണമായും വഴിമുട്ടുകയും ചെയ്തു. അന്വേഷണം എങ്ങും എത്താതെ നിന്ന ആ നിമിഷത്തിലാണ് രാഹുലിന്റെ മൊബൈൽ ഫോണിലേക്ക് മരണപ്പെടുന്നതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ വന്ന അവസാനത്തെ ചില കോളുകൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഒരു പ്രത്യേക നമ്പറിൽ നിന്നും രാഹുലിന് നിരന്തരം കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ആ നമ്പർ പരിശോധിച്ച പോലീസിന് കിട്ടിയ വിവരം അവരെ അമ്പരപ്പിച്ചു. അത് ആ നാട്ടുകാർക്കെല്ലാം സുപരിചിതനായ, എല്ലാവരും വലിയ രീതിയിൽ ആദരിക്കുന്ന ആ ഗ്രാമത്തിലെ പ്രശസ്തമായ ക്ഷേത്രത്തിലെ പൂജാരിയായ ലാവേഷിൻ്റെതായിരുന്നു. ഒരു സ്കൂൾ അധ്യാപകനും ക്ഷേത്രത്തിലെ പൂജാരിയും തമ്മിൽ ഇത്രയധികം സംസാരിക്കാൻ എന്ത് കാര്യമാണുള്ളത്? സോനുവിന്റെ ഫോൺ റെക്കോർഡുകൾ പരിശോധിച്ചപ്പോഴും ഈ പൂജാരിയുടെ നമ്പർ അതിൽ കണ്ടെത്തി. ഒരു സാധാരണ പൂജാരിക്ക് ഈ അവിഹിത ബന്ധവുമായി എന്ത് ബന്ധം? ഈ സംശയം ബലപ്പെട്ടതോടെ പോലീസ് പൂജാരി ലാവേഷിനെ ചോദ്യം ചെയ്യാനായി സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. ആദ്യമൊക്കെ തികച്ചും ശാന്തനായിട്ടാണ് ലാവേഷ് പോലീസിന് മുന്നിൽ ഇരുന്നത്. കാവി വസ്ത്രവും നെറ്റിയിലെ തിലകവുമായി താനൊരു തെറ്റും ചെയ്യാത്ത ദൈവത്തിന്റെ മനുഷ്യനാണെന്ന ഭാവമായിരുന്നു അയാൾക്ക്. രാഹുലിനെ ഒരു സുഹൃത്തെന്ന നിലയിൽ വിളിച്ചതാണെന്നും അവരുടെ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പൂജകൾ ചെയ്യാനാണ് സംസാരിച്ചതെന്നും അയാൾ കള്ളം പറഞ്ഞു. എന്നാൽ പോലീസിന്റെ പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥർ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. സൈബർ തെളിവുകളും ടവർ ലൊക്കേഷനുകളും നിരത്തി അവർ ചോദ്യം ചെയ്യൽ മുറുക്കി. മണിക്കൂറുകൾ നീണ്ട കടുത്ത ചോദ്യം ചെയ്യലിനൊടുവിൽ പൂജാരിയുടെ ആ കപട മുഖംമൂടി അഴിഞ്ഞു വീണു. പോലീസിന്റെ മൂന്നാം മുറയ്ക്ക് മുന്നിൽ അയാൾക്ക് നിൽക്കാൻ കഴിയാതെ അയാൾ മാനസികമായി തകർന്നുപോയി. തുടർന്ന് അയാൾ വിളിച്ചു പറഞ്ഞ സത്യങ്ങൾ കേട്ട് ചോദ്യം ചെയ്യൽ മുറിയിലുണ്ടായിരുന്ന പോലീസുകാർ പരസ്പരം നോക്കി ശ്വാസം അടക്കി പിടിച്ചിരുന്നു പോയി. കാരണം അത് കേവലം ഒരു കൊലപാതകമായിരുന്നില്ല, അതിക്രൂരവും സാഡിസ്റ്റിക്കുമായ ഒരു മൈൻഡ് ഗെയിമായിരുന്നു ലാവേഷ് അവിടെ കളിച്ചത്. ലാവേഷ് തന്റെ കുറ്റസമ്മതത്തിൽ ആ രഹസ്യങ്ങൾ ഓരോന്നായി വെളിപ്പെടുത്തി. രാഹുലും സോനുവും തമ്മിലുള്ള അവിഹിത ബന്ധം രാഹുലിന്റെ കുടുംബത്തിൽ വലിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഈ ബന്ധം എങ്ങനെയെങ്കിലും തകർക്കണമെന്നും രാഹുലിനെ സോനുവിൽ നിന്നും മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് രാഹുലിന്റെ വീട്ടുകാർ സഹായം തേടിയെത്തിയത് ഈ പൂജാരി ലാവേഷിന്റെ അടുത്തായിരുന്നു. പ്രശ്നം പരിഹരിക്കാമെന്നേറ്റ പൂജാരി ഇതിനായി സോനുവുമായി സംസാരിക്കാൻ തുടങ്ങി. എന്നാൽ കാര്യങ്ങൾ മാറി മറിഞ്ഞത് വളരെ പെട്ടെന്നായിരുന്നു. സോനുവിനെ കൗൺസിലിംഗ് നടത്തുന്നതിനിടയിൽ പൂജാരി ലാവേഷിന് അവളോട് കടുത്ത ശാരീരികമായ ആകർഷണം തോന്നി. അയാൾ തന്റെ പദവി ദുരുപയോഗം ചെയ്ത് സോനുവുമായി അടുപ്പത്തിലായി. അധികം വൈകാതെ സോനുവും പൂജാരിയും തമ്മിൽ പുതിയൊരു രഹസ്യബന്ധം ആരംഭിച്ചു. എന്നാൽ ഈ വിവരം രാഹുൽ അറിഞ്ഞതോടെ കഥ ആകെ മാറി മറിഞ്ഞു. രാഹുലിനത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. നിങ്ങളൊരു കപട പൂജാരിയാണ്. നിങ്ങളുടെ ഈ അവിഹിത മുഖം ഞാൻ നാട്ടുകാരെയും ഭക്തരെയും അറിയിക്കും. ഞാൻ നിങ്ങളെ സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്തുമെന്ന് രാഹുൽ പൂജാരി ലാവേഷിനെ കടുത്ത ഭാഷയിൽ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. തന്റെ പദവിയും ആൾദൈവമെന്ന അന്തസ്സും നഷ്ടപ്പെടുമെന്ന് ലാവേഷ് കടുത്ത ഭയത്തോടെ തിരിച്ചറിഞ്ഞു. രാഹുൽ ജീവിച്ചിരുന്നാൽ താൻ ജയിലിലാകുമെന്നോ അല്ലെങ്കിൽ നാടുവിടേണ്ടി വരുമെന്നോ അയാൾ ഉറപ്പിച്ചു.
അതോടെ രാഹുലിനെയും അതിന് കാരണക്കാരിയായ സോനുവിനെയും ഒരേ സമയം ഇല്ലാതാക്കാൻ അയാൾ തന്റെ ഉള്ളിലെ സൈക്കോപാത്തിക് ബുദ്ധി ഉപയോഗിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കി. ലാവേഷ് മാർക്കറ്റിൽ പോയി വിവിധ കടകളിൽ നിന്നായി 50ഓളം ഫെവിക്വിക് ട്യൂബുകൾ വാങ്ങി. ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ പല ദിവസങ്ങളിലായിട്ടായിരുന്നു ഇത് വാങ്ങിയത്. എന്നിട്ട് ഈ പശയത്രയും ഒരു വലിയ കുപ്പിയിലാക്കി അയാൾ സൂക്ഷിച്ചു വെച്ചു. തുടർന്ന് അയാൾ രാഹുലിനെയും സോനുവിനെയും ഫോണിൽ വിളിച്ച് തികച്ചും ശാന്തമായ രീതിയിൽ സംസാരിച്ചു. നിങ്ങളുടെ ബന്ധം ആരും തകർക്കാതിരിക്കാൻ, നിങ്ങളെ എപ്പോഴും വേർപെടുത്താൻ കഴിയാത്ത വിധം ഒന്നിപ്പിച്ചു നിർത്താൻ എൻ്റെ കൈവശം ഒരു പ്രത്യേകതരം വശ്യം വരുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്കായി തരാം. നമുക്ക് ഗോകുണ്ട കാട്ടിൽ വെച്ച് കാണാം. അന്ധവിശ്വാസത്തിലും കാമത്തിലും അടിയറവ് പറഞ്ഞ ആ കാമുകന്മാർ പൂജാരിയുടെ വാക്കുകൾ അപ്പാടെ വിശ്വസിച്ചു. പൂജാരി പറഞ്ഞതുപോലെ അവർ കൃത്യസമയത്ത് ആ വിജനമായ കാട്ടിലെത്തി. ലാവേഷ് ആ പശ അടങ്ങിയ കുപ്പി അവർക്ക് നൽകി. ബന്ധപ്പെടുന്നതിന് മുൻപായി ശരീരത്തിൽ പുരട്ടാൻ പറഞ്ഞു. പൂജാരിയെ അന്ധമായി വിശ്വസിച്ച് അവർ ആ മാരകമായ കെമിക്കൽ ശരീരമാസകലം പുരട്ടി. കാട്ടിലെ കരിയിലകൾക്ക് മുകളിൽ വസ്ത്രങ്ങളില്ലാതെ പരസ്പരം തിന്നു. പക്ഷേ മിനിറ്റുകൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ ആ വശ്യമരുന്നിന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരാൻ. ശരീരത്തിൽ അതിശക്തമായി തീ പിടിക്കുന്നത് പോലുള്ള കടുത്ത വേദനയോടെയാണ് അവർ ആ ഭയാനകമായ യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്. ശരീരങ്ങൾ പരസ്പരം ഒട്ടിപ്പോയിരിക്കുന്നു. കെമിക്കൽ റിയാക്ഷൻ കാരണം ചർമ്മങ്ങൾ വെന്തുരുകി ഫെവിക്വിക് വഴി ഒന്നായി കഴിഞ്ഞിരുന്നു. വേദന കൊണ്ട് പുളഞ്ഞ് ഒന്ന് തിരിയാൻ പോലും കഴിയാതെ പരസ്പരം മാറ്റാൻ ശ്രമിക്കുമ്പോൾ ചർമ്മം കീറിപ്പോകുന്ന കടുത്ത വേദനയോടെ അവർ കാട്ടിൽ കിടന്ന് നിലവിളിച്ചു. ആ നിമിഷം മരങ്ങൾക്കിടയിലെ ഇരുട്ടിൽ നിന്ന് ആ നിഴൽ പുറത്തേക്ക് വന്നു. കയ്യിൽ തിളങ്ങുന്ന ഒരു വലിയ കത്തിയുമായി പൂജാരി ലാവേഷ്. ആ അവസ്ഥയിൽ അവരെ കണ്ടപ്പോൾ അയാളുടെ മുഖത്ത് ഒരു ഭീകരമായി ചിരി വിരിഞ്ഞു. വേദന കൊണ്ടും മരണഭയം കൊണ്ടും പുളഞ്ഞ ആ ജോഡികൾ തങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് പൂജാരിയുടെ കാലിൽ വീണ് ജീവനായി യാചിച്ചു. പക്ഷേ ക്രൂരനായ പൂജാരിക്ക് അതൊരു വിനോദമായിരുന്നു. പരസ്പരം ഒട്ടിപ്പിടിച്ച് നഗ്നരായി കിടന്ന അവരുടെ നിസ്സഹായ അവസ്ഥ പൂർണ്ണമായി ആസ്വദിച്ചുകൊണ്ട് അയാൾ രാഹുലിന്റെ കഴുത്തിലേക്ക് കത്തി ആഴ്ത്തിയിറക്കി കട്ടി പേപ്പർ മുറിക്കുന്നത് പോലെ അറുത്തുമാറ്റി. ചോര തെറിച്ച് സോനുവിന്റെ ശരീരത്തിലേക്ക് വീഴുമ്പോൾ അവൾ മരണഭയത്തോടെ ഉറക്കെ നിലവിളിച്ചെങ്കിലും ലാവേഷ് ഒട്ടും ദയ കാണിച്ചില്ല. തൊട്ടടുത്ത് കിടന്ന കനമുള്ള ഒരു വലിയ കല്ലെടുത്ത് അവളുടെ തലയിലേക്ക് അയാൾ ആഞ്ഞടിച്ചു. തലച്ചോറ് പുറത്തു വരുന്നതുവരെ ആ ക്രൂരത അയാൾ തുടർന്നു. അവർ രണ്ടുപേരുടെയും മരണം ഉറപ്പാക്കിയ ശേഷം തെളിവ് നശിപ്പിക്കാനായി ചുറ്റുമുള്ള കരിയിലകൾക്ക് തീയിട്ടു. ഒന്നും സംഭവിക്കാത്തതുപോലെ അയാൾ കാട് വിട്ടിറങ്ങി. കൊലപാതകത്തിന് ശേഷം തികച്ചും സാധാരണക്കാരനെ പോലെ ക്ഷേത്രത്തിൽ പോയി പതിവ് പൂജകളും പ്രാർത്ഥനകളും ചെയ്ത ലാവേഷിനെ പോലീസ് വിലങ്ങുവെച്ച് അതേ വനത്തിലേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുവന്നു. തങ്ങൾ ദൈവത്തെ പോലെ കണ്ട് വണങ്ങിയിരുന്ന പൂജാരി കാട്ടിലൂടെ നടന്ന് താൻ എങ്ങനെയാണ് കത്തി വീശിയതെന്നും കല്ലെടുത്ത് തല തകർത്തതെന്നും യാതൊരുവിധ കുറ്റബോധവുമില്ലാതെ പോലീസിന് കാണിച്ചു കൊടുക്കുന്നത് കണ്ട് നാട്ടുകാർ ഭയത്തോടെയും അറപ്പോടെയും പിന്നോട്ട് മാറി. അന്താരാഷ്ട്ര ക്രൈം ത്രില്ലർ നോവലുകളെ പോലും തോൽപ്പിക്കുന്ന രീതിയിൽ പശയൊഴിച്ച് ഇരകളെ കെണിയിലാക്കി കൊലപ്പെടുത്തിയ ആ കപട പൂജാരി ഇന്ന് ജയിലിന്റെ ഇരുട്ടറയിൽ വിചാരണയും ശിക്ഷയും കാത്തു കഴിയുന്നു. ഒരു നിമിഷത്തെ അവിഹിത മോഹവും കഠിനമായ പ്രതികാര ചിന്തയും അതിലുപരി അന്ധമായ വിശ്വാസവും ചേർന്ന് എഴുതി തീർത്ത ചോര പുരണ്ട ഒരു അധ്യായമായി ഉദയ്പൂരിലെ ഈ സംഭവം ഇന്നും നിലനിൽക്കും.